ഞാൻ കുറെ ചിരിച്ചു ഇതൊക്കെ കേട്ടെ. ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാരെന്തിനാ ഇതിനൊക്കെ മറുപടി പറയുന്നത്? എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞ് ഒരാൾക്ക് ദാരുണമായ അന്ത്യമുണ്ടായി. ധാരാളം ആളുകൾക്ക് പരിക്കും പറ്റിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലും മീഡിയകളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുപോലെയുള്ള അത്യാചാരങ്ങൾക്കും അനാചാരങ്ങൾക്കുമൊക്കെ വെള്ളവും വളവും നൽകുന്നത് സമസ്തയുടെ ആശയധാരയിൽപ്പെട്ട ആളുകളാണ് എന്ന വിമർശനം ഉയർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയും ഈ ദുരന്തത്തിൽ നിന്ന് തോളൊഴിയാൻ വേണ്ടി സമസ്തയിൽപ്പെട്ട പല മുസ്ലിയാക്കന്മാരും പല രൂപത്തിലുള്ള വിശദീകരണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിക്കുന്നത്, ഞങ്ങൾ എന്തിനാണ് ഇതിന് മറുപടി പറയേണ്ടത്? അതല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിയാക്കന്മാർ ഇതിന് എന്തിനു മറുപടി പറയണം? ഞങ്ങൾക്ക് ഇതിനോടൊന്നും യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ഇതൊന്നും സമസ്തയുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് തടി സലാമത്താക്കാൻ വേണ്ടിയുള്ള വിശദീകരണങ്ങളുമായി പലരും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരു മുസ്ലിയാർ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. പുതിയങ്ങാടി നേർച്ചയുടെ കാഴ്ച നിങ്ങൾ കാണുന്നത് ഒരു മനുഷ്യനെയാണ് ആനയിട്ട് ഈ ചവിട്ടി മെതിക്കുന്നത്. ഈ വീഡിയോ ഇന്നലെ മുതൽ എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ വാട്സപ്പിലും ഒക്കെ ധാരാളം ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഇതിന് മറുപടി പറയണമെന്ന്. ഞാൻ കുറെ ചിരിച്ചു ഇതൊക്കെ കേട്ടെ. ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാരെന്തിനാ ഇതിനൊക്കെ മറുപടി പറയുന്നത്? എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കണം. കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് എവിടെയും ആന ഇടഞ്ഞതിനും നേർച്ച എന്ന പേരിൽ പല സ്ഥലത്തും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്, പല സൈസിലുള്ള തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം മുസ്ലിയാക്കന്മാർ മറുപടി പറയണം. നിങ്ങൾ എന്തിനു മറുപടി പറയണം എന്നല്ലേ? അത് കൃത്യമായി പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇയാൾ പറയുന്ന വേറൊരു കാര്യവും കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. പക്ഷേ ഇവിടെ കുറ്റം പറയുന്ന ആളുകൾ കൂടി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ കേരളത്തിലെ ആലിമിയുടെ പിന്തുണയോടുകൂടിയാണ് നടക്കുന്നത്. ഇവിടെ സമസ്ത നേരിട്ട് അവരുടെ മേൽനോട്ടമുള്ള മമ്പുറത്തോ മടവൂരോ കുണ്ടൂർ സ്ഥാനം മക്കാമിലോ ഒന്നും കാണാൻ കഴിയില്ല. നമ്മുടെ മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കളുടെ മേൽനോട്ടമുള്ള ഒരു സ്ഥലത്തും ഇത്തരം ഒരു ചടങ്ങ് കാണിക്കാൻ കഴിയില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇതിനോടൊന്നും സമസ്തക്ക് നേരിട്ട് ബന്ധമില്ല, സമസ്ത നേരിട്ട് നടത്തുന്നതല്ല ഇതൊന്നും എന്നാണ്. സമസ്ത നേരിട്ട് നടത്തുന്നിടത്ത് ഇതൊന്നും ഉണ്ടാകാറില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഏതാണെങ്കിലും കൊള്ളാം, വലിയ കണ്ടുപിടുത്തം. പക്ഷേ ഈ ആവേശം എപ്പോഴും നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ഈ സുഹരിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ ഉസ്താദെ, കേരളത്തിൽ നടക്കുന്ന ജാറങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം ജാറോത്സവങ്ങളും ആണ്ടുത്സവങ്ങൾ, നേർച്ചകൾ, ഉറൂസ്, ചന്ദനക്കുടം, ഇതൊക്കെ ഒന്നുകിൽ സമസ്ത നേരിട്ട് നടത്തുന്നതോ അതല്ലെങ്കിൽ സമസ്തയുടെ ആശയധാരയിൽപ്പെട്ട പള്ളികളിലും മക്കാമുകളിലുമല്ലേ ഇത് നടക്കുന്നത്? അതല്ലാതെ സെലഫികളുടെ പള്ളികളിലൊന്നല്ലല്ലോ. സെലഫികൾക്ക് ഏതാണെങ്കിലും ജാറങ്ങളും മക്കാമുകളും ഒന്നുമില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ ഇത് നേരിട്ട് നടത്തുന്നതാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ആശയധാരയിൽപ്പെട്ട ആളുകളാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നതും ഇത് നടത്തുന്നതും നടത്തിക്കൊണ്ടുപോകുന്നതും. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിതിൽ നിന്ന് തോളൊഴിയാൻ കഴിയുന്നത്? ഇനി മാത്രമല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഇതിനോടൊന്നും സമസ്തക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. ശരിയായിരിക്കാം, നിങ്ങളുടെ വാദം ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു തന്നാൽ ഞാൻ പറയട്ടെ, ഇത്തരം ഉത്സവങ്ങളിലും ആണ്ടുത്സവങ്ങളിലുമൊക്കെ നടക്കുന്ന പേക്കൂത്തുകളില്ലേ, അനാചാരങ്ങളില്ലേ, ഈ ആണ്ടുത്സവങ്ങൾ തന്നെ അനാചാരമാണ്, അത് വേറെ വിഷയം. ഇനി ഇതിൽ നടക്കുന്ന പേക്കൂത്തുകളില്ലേ, ആ പേക്കൂത്തുകൾക്ക് സമസ്ത പച്ചക്കൊടി കാണിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഇതിനെ നിഷേധിച്ച് തള്ളാൻ സാധിക്കുമോ സുഖിരി? അതിന് നിങ്ങൾക്ക് ആർജവമുണ്ടോ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ വെല്ലുവിളിക്കല്ല, പക്ഷെ നിങ്ങളോട് ചോദിക്കാൻ. ഈ നടക്കുന്ന പേക്കൂത്തുകൾക്കെല്ലാം സമസ്ത പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്, ഫത്വ കൊടുത്തിട്ടുണ്ട്. ആർക്കും നിഷേധിച്ച് തള്ളാൻ കഴിയില്ല. ഇപ്പം ഉണ്ടായ പ്രശ്നം എന്താണ്? ആന ചവിട്ടിക്കൊന്നതല്ലേ. ആന ഒരു മനുഷ്യനെ ചവിട്ടി അയാളുടെ ജീവൻ പോയി. ധാരാളം സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ പരിക്കേറ്റു. ഇതിനുള്ള അവസരം സൃഷ്ടിച്ചതാരാണ്? ഈ ഗജവീരന്മാരെ ഈ ജാറോത്സവങ്ങളിലേക്ക് കൊണ്ടുവന്നതാരാണ്? കൊണ്ടുവരാൻ വേണ്ടി തെളിവോതി അതിന് ഫത്വ കൊടുത്തതാരാണ്? സെലഫികളാണോ അതോ സമസ്തക്കാരാണോ? നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത്. ആനയെ ആരാണ് ഇത്തരം നിങ്ങളുടെ ഈ അനാചാരങ്ങളിലേക്ക് ആനയെ എഴുന്നള്ളിപ്പിച്ചതാരാ? ഇപ്പം പണ്ട് ചേറ്റുകയും വലിയ പ്രശ്നമുണ്ടായി, ആളുകൾ ജീവനാശം സംഭവിച്ചു, ഇവിടെയും അത് സംഭവിച്ചു. ആരാണ് ഇതിനുള്ള കാരണക്കാർ? നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? ഇല്ല, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇതാ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇതാ കണ്ടോളി. സുന്നി അഫ്കാറാണ് നിങ്ങൾ ഈ കാണുന്നത്. 2006 ഡിസംബർ മാസത്തിലെ സുന്നി അഫ്കാർ, ഡിസംബർ 6 സുന്നി അഫ്കാറാണ്. ഈ സുന്നി അഫ്കാറിൽ, ഇത് മുജാഹിദിൻ്റെ പ്രസിദ്ധീകരണമല്ല,
നിങ്ങളുടെ പ്രസിദ്ധീകരണമാണ്. ഇതിൽ സുന്നികളുടെ ആചാരങ്ങൾ ഇങ്ങനെ എണ്ണി പറയാൻ, സുന്നികൾ ചെയ്യുന്ന ആചാരങ്ങൾ ഓരോന്ന് എണ്ണി പറയാൻ. അത് ഏതൊക്കെയാണ് സുന്നി ആചാരങ്ങൾ, ഏതൊക്കെയാണ് സുന്നത്ത് എന്ന് ഇപ്പം നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം, ഞാൻ ശരിക്കും വായിച്ച് കേൾപ്പിച്ചു തരാം, കേട്ടോളി. സുന്നി ആചാരങ്ങളുടെ ഒരു പിടി ഉദാഹരണങ്ങളും അതിൻ്റെ ഇസ്ലാമികമായ അടിസ്ഥാനങ്ങളുമായി വിഷയാവതാരകൻ പ്രമുഖ പണ്ഡിതനും ചിന്തകനും SYS ജില്ലാ ഉപാധ്യക്ഷനുമായ MP മുസ്തഫൽ ഫൈസി പ്രഭാഷണം ആരംഭിച്ചു. അപ്പോൾ സുന്നി ആചാരങ്ങൾ ഇങ്ങനെ എണ്ണി പറയാൻ കേട്ടോ. മുസ്തഫൽ ഫൈസിയാണ് പ്രഭാഷണം നടത്തുന്നത്. ആ വിഷയം പറയണം. മഹ്ശറ വിളിയിലെ ഇബാറത്ത് തൊട്ട് തുടങ്ങി നേർച്ചയും അതിൽ ഗജവീരന്മാർ പങ്കുകൊള്ളുന്നതും കണ്ടോ. എവിടുന്ന് അയാൾ തുടങ്ങുന്നത്? മഹ്ശറ വിളിയുടെ ഇബാറത്ത്, അതിനുള്ള തെളിവ് ഇട്ടിട്ട് അതിനുശേഷം അദ്ദേഹം തുടർന്ന് പറയുന്നത് നേർച്ച, ആ നേർച്ചയിൽ ഗജവീരന്മാർ ആനകൾ എഴുന്നള്ളുന്നതും കുത്തുറാത്തീബ്, മാലമൗലീദുകൾ തുടങ്ങി ഒരുപാട് ആചാരങ്ങൾ വഹാബികളും മൗദൂദികളും അനാചാരമാക്കി തള്ളുന്നുണ്ട്. ഇതൊക്കെ മൗദൂദികളും, അതായത് ജമാഅത്തെ ഇസ്ലാമിക്കാരും വഹാബികളും ഇതൊക്കെ അനാചാരാണ്. ഏത്? കുത്തറാത്തീബ്, ഗജവീരന്മാർ വരുന്ന നേർച്ചകൾ, ഈ രൂപത്തിലുള്ള സംഗതികളൊക്കെ അനാചാരമായി തള്ളുന്നതാണ്. സുന്നികൾ അത് സദാചാരമായി അനുഷ്ഠിക്കുന്നതുമായ വിഷയങ്ങളുടെ അടിസ്ഥാനം ഖുർആനും സുന്നത്തും സച്ചരിതരുടെ നടപടിക്രമങ്ങളുമാണെന്ന് വ്യക്തവും യുക്തവുമായ നിലയിൽ അദ്ദേഹം സമർത്ഥിച്ചു. എന്തു പറയാനുണ്ട് സുഹരി? അപ്പം ഇതിൽ സുന്നി ആചാരങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ ഗജവീരന്മാരെ നേർച്ചകളിൽ കൊണ്ടുവരിക എന്നത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സലഫുകളുടെ നടപടിക്രമങ്ങൾ കൊണ്ടും അദ്ദേഹം സമർത്ഥിച്ചു എന്നത് സുന്നി അഫ്കാറിലാണ് നിങ്ങൾ എഴുതി വച്ചിട്ടുള്ളത്. അപ്പം എന്തായി? ഈ ആനകളെ ഈ നേർച്ചകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സുന്നത്തായി. ഖുർആനും സുന്നത്തും പറഞ്ഞതാണെന്നാണ് പറഞ്ഞത്, സലഫുകളുടെ നടപടിക്രമമാണെന്നാണ് പറഞ്ഞത്. അപ്പം നബിയുടെയും സഹാബത്തിൻ്റെയൊക്കെ കാലത്ത് ആനകളെ ഇങ്ങനെ നേർച്ചകളിലേക്ക് എഴുന്നള്ളിച്ചിരുന്നു, അവരുടെ നടപടിക്രമമാണ് എന്നാണ് ഇയാൾ പറഞ്ഞു വെച്ചത്. എന്നിട്ട് സുഹരി വന്ന് ചോദിക്കുകയാണ്, ഇതിലൊക്കെ ഞങ്ങളെന്തിനാണ് മറുപടി പറയുന്നത്? ഞങ്ങൾക്കെന്ത് ഉത്തരവായി? ഈ ആന ചവിട്ടിക്കൊന്നതിന് നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ മറുപടി പറഞ്ഞേ പറ്റൂ. നിങ്ങളാണ് ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. നിഷേധിക്കാനാകുമോ നിങ്ങൾക്ക്? ഇല്ല, കഴിഞ്ഞിട്ടില്ല. കണ്ടോ, 1990 നവംബർ 21 അൽ മുബാറക് മാസിക നിങ്ങളുടേതല്ലേ? നിങ്ങളുടേതാണ്. ഇതിൽ ആന അനാചാരമല്ല ആചാരമാണ് എന്നാ പറയുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നേർച്ചയിലെ അനാചാരങ്ങൾ ചർച്ച ചെയ്യാൻ. നേർച്ചയിൽ ഏതൊക്കെയാണ് അനാചാരങ്ങൾ എന്നാണ് ചർച്ച ചെയ്യുന്നത്. ആ നേർച്ചയിലെ അനാചാരങ്ങളിലെ കാര്യങ്ങൾ പറയുമ്പോൾ അതിലെ ആചാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. തുടി ഒഴിച്ചുള്ള ചെണ്ടകൾ, ദഫ്, അതേപോലെ കൊടി, ശീരണിക്കൊട്ട, ആന എന്നിവ അനാചാരങ്ങളല്ല. അപ്പോൾ ഈ എണ്ണത്തിൽ എന്തും കൂടെ കൂട്ടി? ആന അനാചാരമല്ല എന്നാ പറയുന്നത്. തുടി ഒഴിച്ചുള്ള ചെണ്ട, ദഫ് ഓരോന്നെണ്ണാൻ. അക്കൂട്ടത്തിൽ അനാചാരങ്ങളല്ലാതെ എണ്ണിയത് എന്താണ്? ആന. അപ്പം ആന അനാചാരമല്ല. നിങ്ങൾക്കെങ്ങനെ തോളൊഴിയാൻ കഴിയൂല. മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ മുഖാമുഖം നടത്തി വലിയ ഗീർവാണ പ്രസംഗം നടത്തുന്ന അലവി സഖാഫിയില്ലേ, അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? ആനക്കെന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത്. കേട്ടു നോക്ക് സുഹരി നിങ്ങൾ. ആനക്കെന്താ കുഴപ്പം? ആന എന്ന് പറഞ്ഞ ഹറാമെന്ന് അറിയിക്കുന്നുണ്ടോ? ഖുർആനിൽ പറഞ്ഞു ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. കേട്ടില്ലേ? ആനക്കെന്താ കുഴപ്പമെന്നാ ചോദിച്ചത്. ആനയുടെ കുഴപ്പം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ആനയുടെ കുഴപ്പം നിങ്ങൾ തന്നെ വീഡിയോ ഇട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തില്ലേ? ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദുരന്തം. അപ്പൊ ആന അത് നിങ്ങളാണ് സുന്നത്താക്കിയത്. സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങളിൽ ആനയെ നിങ്ങളാണ് എണ്ണിയത്. നിങ്ങളാണ് അതിന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവ് ഉദ്ധരിച്ചത്. ആ ആന ചവിട്ടിയിട്ടാണ് ഒരാൾ ഇവിടെ മരിച്ചത്. ഇനിയും എത്ര ആളുകൾ മരിക്കാൻ പോകുന്നു? എന്നിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഗീർവാണ പ്രസംഗം നടത്തണെന്ത്? ഞങ്ങൾക്കും സമസ്തക്കാർക്ക് മുസ്ലിയാക്കന്മാർക്ക് ഞങ്ങളെങ്ങനെ മറുപടി പറയും? ഞങ്ങളെങ്ങനെ ഇതിന് ഉത്തരവാദികളാകും? ഞങ്ങൾ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്ത് സത്യസന്ധതയാണ് നിങ്ങൾ പറയുന്നത്? ഇനി മാത്രമല്ല, ഇനി നേർച്ചകളിൽ നടക്കുന്ന വേറെ എന്തൊക്കെയാണ്? നേർച്ചകളിൽ ചെണ്ടമുട്ട് നടക്കുന്നു, കുഴൽ വിളി നടക്കുന്നു, വെടിമരുന്ന് പ്രയോഗം നടക്കുന്നു. അതിൻ്റെയൊക്കെ ഇസ്ലാമിക മാനം എന്താണ്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഫത്വ ഇറക്കിയിട്ടുണ്ട്. ഇതാ നിങ്ങൾ ഈ കാണുന്ന ബുക്ക് ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും. ആണ്ട് നേർച്ച എന്ത് എന്തല്ല നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ.
ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് KM മുഹമ്മദ് കോയ മാത്തോട്ടം എഴുതിയ പുസ്തകമാണ്. മനസ്സിലായില്ലേ? ഈ പുസ്തകത്തിന് സുഹരി ഒരു ചരിത്രം കൂടെ ഉണ്ട്. ഈ പുസ്തകം രചിക്കാൻ ഒരു ചരിത്രവും കൂടെ ഉണ്ട്. അതും കൂടെ മനസ്സിലാക്കിയിട്ടേ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരേണ്ടതുള്ളൂ. അതായത് 1951 അന്നത്തെ സമസ്തയുടെ മുഖപത്രമായിരുന്ന അൽ ബയാൻ മാസിക, അതിൻ്റെ മുഖ്യ പത്രാധിപരായിരുന്നു കാടേരി മുഹമ്മദ് മുസ്ലിയാർ. ഈ കാടേരി മുഹമ്മദ് മുസ്ലിയാർ അൽ ബയാനിൽ ഒരു ലേഖനം എഴുതി. എന്തായിരുന്നു ലേഖനമെന്നോ? നേർച്ചയിലെ ഈ അനാചാരങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വളരെ വിശദമായ നിലക്ക് ഒരു ലേഖനം എഴുതി. ആ ലേഖനം എഴുതിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? സമസ്തക്കാരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു. നിങ്ങളൊക്കെ ഈ സുവിശേഷ പ്രസംഗം നടത്തുന്നതിന് മുമ്പ് ഈ ചരിത്രമൊക്കെ ഒന്നാണ് പഠിക്കണം. മനസ്സിലായോ? നേർച്ചയിൽ നടക്കുന്ന ഈ തോന്നിവാസങ്ങൾക്കെതിരെ ശക്തമായി കാടേരി മുഹമ്മദ് മുസ്ലിയാർ ശബ്ദിച്ചപ്പോൾ, അൽ ബയാൻ മാസികയിൽ അതിൽ ലേഖനം എഴുതി ശബ്ദിച്ചപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് അന്നത്തെ മുസ്ലിയാക്കന്മാർ നിശിതമായി വിമർശിച്ചു. അതായത് സമസ്തയുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരു പണ്ഡിതന് ഇത്തരം തോന്നിവാസങ്ങളെ എതിർത്താൽ നിങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ തന്നെ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കും. അവസാനം കാടേരി അൽ ബയാനിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. മാത്രമല്ല, അവസാനിക്കുന്നില്ല. കാടേരി അൽ ബയാനിൽ എഴുതിയ ലേഖനത്തിനും മറുപടിയായി അദ്ദേഹത്തിൻ്റെ ആശയത്തെ ഗണ്ണിക്കാനാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആണ്ടു നേർച്ചയും ചില അപവാദങ്ങളും എന്ന, അഥവാ ആണ്ടു നേർച്ച എന്ത് എന്തല്ല എന്ന ഈ പുസ്തകം രചിക്കാനുള്ള കാരണം. അതാണ്. നിഷേധിക്കാൻ കഴിയോ? നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഓരോ തെളിവുകളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതിൽ ഇന്ന് കാണുന്ന നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന ഉത്സവങ്ങളില്ലേ, അതിൽ നടക്കുന്ന ഈ ചെണ്ടമുട്ടും കുഴൽവിളിയും കരിവരുന്ന പ്രയോഗങ്ങളും അതിൻ്റെയൊക്കെ ഇസ്ലാമിക മാനം പറയുകയാണ്. ഇതാ കേട്ടോളി, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ചെണ്ടമുട്ട്, കൂബത്ത് ബ്രാക്കറ്റിൽ തുടി ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ റാഫിഈ ഇമാമും നവവി ഇമാമും ഒത്തിരിക്കുന്നു എന്ന് മിൻഹാജിലും അതിൻ്റെ ശറആയ തുഹ്ഫ, നിഹായ, മുഗ്നി, സിറാജുൽ വഹാജ് മുതലായവകളിലും പറഞ്ഞിരിക്കുന്നു. മൻഹജിൻ്റെ ഹാഷിയയിൽ അല്ലാമത്തുൽ ബുജൈരിമി തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലാണെന്നാണ് നിയമം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തായി? ചെണ്ട ഹലാലായില്ലേ? ചെണ്ട നിങ്ങൾക്ക് ഹലാലായില്ലേ? നിങ്ങളാണ് ഫത്വ കൊടുക്കുന്നത്. ഇതാ, ഷെയ്ഖന്മാരുടെ മക്ബറ സ്ഥലത്ത് വെച്ച് ചെണ്ടമുട്ട് ജായിസോ മക്രൂഹോ ഹറാമോ വിലങ്ങേണ്ടതോ എന്ന് അല്ലാമത്തുർ റംലി തങ്ങളോട് ചോദിക്കപ്പെട്ടതിന് തുടിയല്ലാത്ത എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാകുന്നു എന്നാണ് ഫത്വ കൊടുത്തത് എന്നാണ്. പിന്നെ ജനങ്ങൾ ചെണ്ടമുട്ടി ഈ നിലക്ക് ആനയും കൊണ്ടെന്ന് ഈ ഉത്സവം നടത്തുന്നതിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ ധാർമ്മികമായി കൈയൊഴിയാൻ കഴിയും എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇനി അടുത്തത് കുഴൽവിളിയാണ്. ഇതൊന്നും ഞങ്ങളറിയില്ല എന്നാണ് പറയുന്നത്. കുഴൽവിളിയുടെ ഇസ്ലാമിക മാനം പറയുന്നത് കേട്ടോ. കുഴൽവിളിയിൽ ഉലമാക്കൾക്ക് അധികമായ അഭിപ്രായങ്ങളുണ്ട്. ഇമാം ഗസാലി റഹിമഹുല്ലയെ തുടർന്ന് ഇമാം റാഫി റഹിമഹുല്ല ബലപ്പെടുത്തിയതും ഇമാം ബുൽഖീനി റഹിമഹുല്ല തുടങ്ങിയവർ സമ്മതിച്ചതും സബാബത്ത്, യറാ എന്നീ കുഴലുകൾ വിളി ഹറാമാക്കേണ്ടതിന് രേഖയ്ക്ക് മതിയായ യാതൊരു ലക്ഷ്യവും ഇല്ലാത്തതുകൊണ്ട് അത് ഹലാലാണെന്നാണ് ഇപ്രകാരം മുഗ്നിയിലും ഷറഹ് മൻഹജിലും പറഞ്ഞിരിക്കുന്നു. നിങ്ങളല്ലേ ഫത്വ കൊടുത്തിട്ടുള്ളത്. ഇനി കരിമരുന്ന് പ്രയോഗം, ബും ബും ബും, കരിമരുന്ന് പ്രയോഗം, വെടിമരുന്ന്, അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. ഇതേ പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ വായിക്കട്ടെ. ഇത്തരം നേർച്ചകളിൽ കരിമരുന്ന് പ്രയോഗം നടത്താറുണ്ടെന്നും അതുകൾ അനാവശ്യമായി പണം ചിലവഴിക്കുകയായതുകൊണ്ട് അത് തെറ്റാണെന്നും ചിലർ പറയാറുണ്ട്. ശരിയാണ്. എന്നാൽ മിക്കവാറും അത് ഏർപ്പെടുത്തുന്നത് നേർച്ചയുടെ ഭാരവാഹികളായിരിക്കയില്ല. ഇനി ആയിരുന്നാൽ തന്നെയും അത് നിഷിദ്ധമാണോ എന്നാണ് ചിന്തിക്കാനുള്ളത്. ചില അവസരങ്ങളും സമയങ്ങളും പൊതുജനങ്ങൾക്ക് അറിയപ്പെടാൻ വേണ്ടിയും സന്തോഷപ്രകടനത്തിന് വേണ്ടിയും കരിമരുന്ന് പ്രയോഗം അനുവദനീയവും അതിനു ചിലവാക്കുന്ന പണം അനാവശ്യ ചിലവല്ലാത്തതും ആണെന്ന് പല കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വെടി പൊട്ടിക്കാനും നിങ്ങൾക്ക് തെളിവായി കിതാബിലുണ്ട് എന്നാണ് പറയുന്നത്. ഇനി മാത്രമല്ല, അത് ചില സമയത്ത് അത്യാവശ്യം നിർബന്ധമായി മാറും. അതെപ്പോഴാ? കൂടാതെ നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങളിൽ ക്ഷയരോഗം, കുഷ്ഠരോഗം തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉള്ളവരും ഉണ്ടാവാൻ ഹിതമുണ്ട്. അങ്ങനെയുള്ള രോഗാണുക്കൾ മറ്റുള്ളവരെയും പിടികൂടിയേക്കാം. എന്നാൽ കരിമരുന്ന് കത്തിച്ചാൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന അതിൻ്റെ പുകയ്ക്ക് അത്തരം രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്രങ്ങൾ ഘോഷിച്ചിട്ടുണ്ട്. ഈ നില വെച്ച് നോക്കിയാൽ ആ സന്ദർഭങ്ങളിൽ കരിമരുന്ന് പ്രയോഗം അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റാവുകയില്ല.
ഇപ്പം എങ്ങനെയുണ്ട്? കരിമരുന്ന് അത്യാവശ്യമായി മാറും. അപ്പം ഞാൻ ചോദിക്കട്ടെ സുഹരി, എനിക്കൊരു സംശയം. നിങ്ങളുടെ സമ്മേളനങ്ങൾ നടക്കാറില്ലേ? ആ സമ്മേളനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കാറുണ്ട്, പതിനായിരങ്ങൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഇതേപോലെയുള്ള ക്ഷയരോഗം, അതേപോലെ കുഷ്ഠരോഗം പോലുള്ള രോഗാണുക്കളൊക്കെ അവിടെയും വ്യാപിക്കൂലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സമ്മേളനങ്ങളിൽ ഇങ്ങനെ കരിമരുന്ന് വെടിക്കെട്ട് പ്രയോഗങ്ങൾ നടത്താത്തത്? അതെന്താ അവിടെ നടത്താത്തത്? നേർച്ചയിൽ മാത്രം നടത്തുന്നത് എന്താണ്? അതിന് നിങ്ങളൊന്ന് മറുപടി പറഞ്ഞു തരണം, ഉത്തരം പറഞ്ഞു തരണം. അറിയാത്തതുകൊണ്ട് സംശയം ചോദിക്കുകയാണ് കേട്ടോ. ആ സംശയത്തിന് നിങ്ങളൊന്ന് മറുപടി പറഞ്ഞു തരണം. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ജായിസാക്കി? ആന ഖുർആനിലും സുന്നത്തിലും തെളിവുണ്ട് എന്നാണ് പറഞ്ഞത്. ആനക്ക് എന്താ കുഴപ്പമെന്നാണ് ചോദിച്ചത്. പിന്നെ ചെണ്ടമുട്ട് അത് ഹലാലാണ്, കുഴൽവിളി അത് ഹലാലാണ്, കരിമരുന്നോ അത് ഹലാലാണ്. ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇല്ലേ? അപ്പോൾ എല്ലാ നിലക്കും ഈ രൂപത്തിലുള്ള എല്ലാ പേക്കൂത്തിനെയും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫത്വ കൊടുത്ത് ന്യായീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പേരോട് എതിർത്തു പോലും. പേരോട് എവിടെയെങ്കിലും ഗതിമുട്ടുമ്പോൾ എന്തൊക്കെ മാറ്റി പറയാറുണ്ട്, എന്തൊക്കെ പറയാറുണ്ട്. അയാൾ പറയുന്നത് ആരെങ്കിലും മുഖവിലക്കെടുക്കാറുണ്ടോ? പേരോടിനേക്കാൾ ആധികാരികതയുള്ള ശാലിയാത്തിയുടെ ഫത്വകളാണ് ഞാൻ ഈ വായിച്ചത്. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയതോ? ആരെഴുതിയത്? സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. പേരോടിൻ്റെ ഉസ്താദാണ്. അതിന് കാന്തപുരമാണ് അതിന് അവതാരിക എഴുതി അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ പിന്നെ പേരോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയുന്നതിന് വല്ല അടിസ്ഥാനം ഉണ്ടാവുമോ? അതിന് വല്ല വാല്യൂ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നേരിട്ട് നടത്തുന്നില്ല എന്നത് ശരിയായിരിക്കാം, പക്ഷേ അവിടെ നടക്കുന്ന മിക്ക സംഗതികൾക്കും നിങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കതിൽ നിന്ന് തോളൊഴിയാൻ കഴിയില്ല. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ ആശയപ്രചാരണത്തിനുള്ള ഉഡായിപ്പ് നടത്തുകയാണ് എന്ന്. ഒന്ന് കേട്ടു നോക്ക്. ഞങ്ങൾ എതിർത്ത് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഘോരം വാദിക്കുന്നതിന് വേണ്ടി അറിയോ? അവനവന്റെ ആശയത്തിന്റെ വൈവിധ്യവും ദൃഢതയും മറ്റുള്ള ജനങ്ങളിലേക്ക് പകർന്നു തരാൻ കഴിയാതെ വരുമ്പോൾ അതിന്റെ ഇടയിലൂടെ ഇത്തരം ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഇത് നാട്ടിലെ സമസ്തക്കാരാണ് നടത്തുന്നത്, അവർ കാരണമാണ് ഈ നാട്ടിലെ ആളുകൾ ഈമാനികമായി പിന്നോക്കം പോകുന്നതെന്ന് വരുത്തി തീർക്കുകയും അതുവഴി നമ്മുടെ ആശയം അവരുടെ മസ്തിഷ്കത്തിലേക്ക് തളക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ഉഡായിപ്പ് തന്ത്രം ഉണ്ടല്ലോ, അത് കൈവച്ചേക്കുക. ഉഡായിപ്പല്ല സുഹരി, ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾക്കിതിലുള്ള റോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ നിങ്ങൾ തിരുത്തുമോ? നിങ്ങളുടെ ഈ ഫത്വകളൊക്കെ നിങ്ങൾ തിരുത്തുമോ? ഇത് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? ഇത് സാധാരണക്കാരായ ആളുകൾ വായിച്ചില്ലേ? അവർ മനസ്സിലാക്കി. അതുകൊണ്ട് അവരത് പ്രാവർത്തികമാക്കി. അവരെന്ത് ചെയ്തു? ആനയെ വിളിക്കാൻ തുടങ്ങി. ആന ഗജവീരന്മാരും ചെണ്ടമുട്ടും പിപ്പിവിളിയും അതേപോലെ കരിമരുന്നൊക്കെ ആയി അവരാഘോഷം തിമിർത്താടി ആഘോഷിച്ചു. അതിനവർ കാശ് ചെലവഴിച്ചു അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാരല്ലേ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ, നിങ്ങൾ സംബന്ധിച്ചതല്ലേ. കേൾക്കൂ. ഈ മാഫിയകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ? സുന്നികളി എന്ന ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകളാണ് ഇതിന് വളം വെച്ചു കൊടുക്കുന്നത്. നമ്മൾ പോകാതിരിക്കണമെന്നേ. ഞാനും നിങ്ങളൊക്കെ സിയാർത്ത് ചെയ്യുന്നവരല്ലേ. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് പോയി സിയാർത്ത് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ സംശയം തീർന്നിട്ടുണ്ടാകും. സമസ്തക്കാർക്ക് ഇതിൽ എന്ത് റോളാണുള്ളത് എന്നും ഇതാരാണ് ഇതിന് പ്രോത്സാഹനം നൽകിയതെന്നും ഫത്വ നൽകിയതെന്നും ആരാണിത് ഏറ്റെടുത്തതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്, ഇതിനൊന്നും ദീനുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. അത് നിങ്ങൾ പറഞ്ഞത് ഒരു സത്യമാണ്. അതിനോട് ഞാനും നിങ്ങളോട് 100% യോജിക്കുന്നു. കേൾക്കൂ. ശക്തമായി ഇതിനെതിരെ നമ്മൾ സംസാരിക്കണം. അള്ളാഹുവിന്റെ ദീനുമായി എന്തെങ്കിലും ഒരു പുലബന്ധമുണ്ടോ ഇത്തരം പരിപാടികൾക്ക്? എന്തെങ്കിലും ഒരു പുലബന്ധം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അളന്നു കുറിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പരിശുദ്ധമായ ദീനിന്റെ ഏതെങ്കിലും ഒരു രേഖ വെച്ച് ഇതിനെ തെളിയിക്കാൻ കഴിയുമോ? അപ്പോൾ ഇതിനൊന്നും ദീനുമായി ബന്ധമില്ല എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിച്ചില്ലേ? ആ ദീനുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിതിനെതിരെ ശബ്ദിക്കുന്നത്. അതല്ലാതെ ഞങ്ങളെ പ്രസ്ഥാനത്തേക്ക് ആളുണ്ടാക്കാനൊന്നുമല്ല. ഞങ്ങളൊന്നും ഇത് കേട്ടോളും, ഞങ്ങളെ പ്രസ്ഥാനത്തേക്ക് വരുന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. അതിനല്ല ഇത് പറയുന്നത്. ജനങ്ങൾക്ക് സത്യമായ ദീന് ഇതൊന്നും ദീനല്ല എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഓരോ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ ബോധവൽക്കരിക്കുക മാത്രമാണ്. അതല്ലാതെ ഇതിൽ വേറെ ഒരു ഉഡായിപ്പുമില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. തോളൊഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ റോള് എന്താണ് എന്ന് കൃത്യമായി പഠിച്ചിട്ടാകണം വന്ന് ഈ രൂപത്തിലുള്ള ആവേശപ്രസംഗം നടത്തേണ്ടത് എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തി തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.